ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ഭാഗവത ധർമ്മത്തെക്കുറിച്ച് ചുരുക്കിയൊന്ന് പ്രതിപാദിക്കാം. ഭാഗവത ധർമ്മം എന്താണെന്ന്. എല്ലാവരും ഭാഗവതം വായിക്കും, സപ്താഹം ശ്രവിക്കും, കഥകളെല്ലാം കേൾക്കും, ഒരു ഭക്തിയുടെ നിർവൃതിയിൽ ലയിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളുടേതായ ആ സ്ഥായി ഭാവത്തിലേക്ക് വരും. എന്നാൽ ശരിക്കും ഭാഗവത ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ ഏതു രൂപത്തിലാണോ ഇരിക്കുന്നത്, ഏത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഏത് വ്യക്തിയായാലും, ഏത് രൂപത്തിലായാലും, ഏത് ഭാവത്തിലായാലും, എവിടെയായാലും ആ ഇരിക്കുന്ന രൂപത്തിൽ ഭഗവാനെ സ്വന്തമാക്കുന്നതാണ് ഭാഗവത ധർമ്മം. അതിനുവേണ്ടി കുടുംബമൊക്കെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേർപ്പെട്ടിട്ട് സന്യാസമൊക്കെ സ്വീകരിച്ച് വാനപ്രസ്ഥവും കഴിഞ്ഞ് സന്യാസവും ഒക്കെയായി ജീവിതം വിരക്തി വന്ന് അവസാനം ചെന്നുപെടാൻ ഉള്ള സ്ഥലമല്ല ഭക്തിയും ഭഗവാനും ഒന്നും. നമ്മൾ എന്താണോ, നമ്മളൊരു ഗൃഹസ്ഥാശ്രമിയാണോ, നമ്മളൊരു സ്ത്രീയാണോ, നമ്മൾ കുട്ടിയാണോ, നമ്മളൊരു ക്രൂരനാണോ, നമ്മൾ വാർദ്ധക്യം ബാധിച്ച് കിടപ്പായോ, കട്ടിലിൽ കിടന്നു പോയോ, കുഴപ്പമില്ല. അപ്പോഴായാലും മതി, ഏത് രൂപത്തിലായാലും നമ്മൾക്ക് ഭഗവാനെ ഭജിച്ച് സ്വന്തമാക്കാം. അതാണ് ഭാഗവത ധർമ്മം. ഭാഗവതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഏത് കുട്ടിയുടെ രൂപത്തിൽ പ്രഹ്ലാദനും ധ്രുവനും ഒക്കെ ആ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഭഗവാനെ കിട്ടിയത്. വാർദ്ധക്യം ബാധിച്ചിട്ട് ഭഗവാനെ കിട്ടിയവരുമില്ലേ? കിടന്ന കിടപ്പിൽ ഭഗവാനെ നാരായണ എന്ന് മക്കളെ വിളിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ രൂപത്തിൽ, സ്ത്രീകൾക്ക് ആത്മജ്ഞാനം നിഷിദ്ധമെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ സ്ത്രീകൾ എന്തെങ്കിലും ആത്മജ്ഞാനപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവരെ കൂവി തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്നത്തേത്. സ്ത്രീകൾക്ക് ആത്മജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, കുടുംബം നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ, അത്ര അറിവ് മതി എന്നൊക്കെയാണ് എല്ലാവരും സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഭഗവാന്റെ കാലഘട്ടത്തിൽ ആ ഗോപസ്ത്രീകളെ, വൃന്ദാവനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നേ. ആ ഗോപസ്ത്രീകൾ അറിവുള്ളവരായിരുന്നോ, പാണ്ഡിത്യമുള്ളവരായിരുന്നോ, സംസ്കാര സമ്പന്നതയുള്ളവരായിരുന്നോ, സമൂഹത്തിൻ്റെ മേലെത്തട്ടിൽ ജീവിക്കുന്നവരായിരുന്നോ? അല്ല, അവരുടെ ഗൃഹത്തിലെ നിത്യജോലികൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു. പശുവിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി ഗോക്കളെ പരിപാലിക്കുന്ന സാധാരണ വീട്ടമ്മമാരായിരുന്നു, പെൺകുട്ടികളായിരുന്നു, ചെറിയ ചെറിയ കന്യകമാരായ കുഞ്ഞുങ്ങളായിരുന്നു അവർ. അവർക്കാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ കിട്ടിയത്. കാരണം എന്താണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സമയം നോക്കി ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല ഭക്തിയും ഭഗവാനും ഒന്നും. ഏത് കർമ്മം ചെയ്യുമ്പോഴും നിരന്തരം ആ കർമ്മം ഭഗവാനെ സങ്കല്പിച്ച് ചെയ്യുക. ഭഗവത്ഗീതയുടെ ഒരു തത്വം തന്നെയാണത്, കർമ്മയോഗത്തിൻ്റെ. ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ഭഗവാനെ അനുഷ്ഠിച്ച് ഭഗവാനെ ഓർത്തുകൊണ്ട് ഇത് ഭഗവാന്റെ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ആനന്ദം ലഭിക്കും. നമുക്ക് ആ കർമ്മത്തിൻ്റെ കാരകത്വം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു ആ നിഷ്കളങ്കരായ ആ ഗോപികൾ, ആ ഗോപാലന്മാർ. എല്ലാം ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന് വേണ്ടി, ഭഗവാനോടൊപ്പം ഭഗവാൻ ഇതേ ഉള്ളൂ അവരുടെ മനസ്സിൽ. ഇതാണ് നിഷ്കളങ്ക ഭക്തി. അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം നോക്കിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാലഘട്ടം, എൻ്റെ കർമ്മം എല്ലാം കൊണ്ട് തീരട്ടെ, കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ബാധ്യത തീർന്നതിന് ശേഷം നമുക്ക് ഭക്തിയിലേക്ക് അങ്ങ് പ്രവേശിക്കാം എന്ന് പറഞ്ഞൊരു കാലഗണനയുടെ ഒരു ആവശ്യമില്ല. ഏത് ദുഷ്ടനും ഭഗവാനെന്ന് കേട്ടാൽ ദേഷ്യം വരുന്നവനായിരുന്നു, അപ്പോൾ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, ദുഷ്ടബുദ്ധിയായിരുന്നു കംസൻ. ആ കംസന് പോലും, കംസൻ അയച്ച മറ്റനേകം പൂതന തുടങ്ങിയ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും, അസുരന്മാർക്കും ഭഗവാനെ കിട്ടി. പരമമായ മോക്ഷം അവർ പ്രാപിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ ആ തമോ ഗുണത്തിലിരുന്നും ഭഗവാനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഏതു ഗുണക്കാർക്കും
ഏത് ലിംഗക്കാർക്കും ഏത് പ്രായക്കാർക്കും എവിടെയും ഏത് ജോലി ചെയ്യുന്നവർക്കും എവിടെയും ഇരുന്ന് ഭഗവാനെ സ്വന്തമാക്കാം. അതാണ് ഭാഗവത ധർമ്മം. എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? വെറുതെ നാമം പോലും ജപിക്കണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഭഗവാനെ ഓർത്താൽ മതി. ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് മാധുര്യ പ്രേമം അങ്ങോട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ആരെയാണോ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മനുഷ്യരെന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് പടിയിറക്കി വെക്കുക. എന്നിട്ട് അവരോട് ഭഗവാനെ പിടിച്ചങ്ങോട്ട് വെച്ചിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുക. ഭഗവാന് 1 രൂപ പോലും നിങ്ങൾ സമർപ്പിക്കേണ്ട. ഒരു ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ കഷ്ടപ്പെടേണ്ട. എവിടെയും പോകണ്ട. ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ചാടിത്തുള്ളി ഇങ്ങനെ നടക്കും. ചിലങ്കയൊക്കെ അണിഞ്ഞ് ആ സ്വരം, ചിലങ്കയുടെ സ്വരം പോലും നമുക്ക് അനുഭവവേദ്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും പരമമായ, ഏറ്റവും ലളിതമായ, ഏറ്റവും എല്ലാവർക്കും സാധ്യമാകുന്ന ഭക്തിയാണത്. ഭഗവാനും ഞാനും കൂടി ഒന്നിച്ച് നടക്കുക എന്നുള്ളൊരു ഇത്. അപ്പോൾ അത് നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്നത് ഇത്ര ലളിതമായ കാര്യമാണെങ്കിലും അത് കഠിനമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ലെ അത് സാധിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് മറ്റുള്ള ബന്ധനങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെ എല്ലാം നാം ഇറക്കിയിട്ട് ഈ കർമ്മങ്ങളെല്ലാം, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ, ദുഷ്കർമ്മമാണേലും സത്കർമ്മമാണേലും, ഈ കർമ്മങ്ങളെല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഞാനൊരു വെറും ഉപകരണം മാത്രം. ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു. കുറച്ച് മോശം കർമ്മം ചെയ്യിക്കുന്നു, എന്നിട്ട് ഭഗവാൻ അത് നോക്കി നിൽക്കുന്നു. കുറേ നല്ല കർമ്മം ചെയ്യിക്കുന്നു, എന്നിട്ട് പിന്നെ കുറേ ഭഗവാനെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ആ ഒരു ബോധം, ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനാണ് പിന്നെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഹൃദയമൊക്കെ പിന്നെ എത്ര ലളിതമാകും. നമ്മൾ ഭാരമില്ലാത്തവരായി ജീവിക്കും. നമ്മൾ ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നാം തന്നെ അതിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷമങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഭഗവാനെ അങ്ങോട്ട് പൂർണ്ണമായി സമർപ്പിച്ച് ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ, അല്ലെ ഭഗവാൻ തന്നെയാണ് ഹൃദയത്തിൻ്റെ സ്നേഹ കോവിൽ, ആ ഹൃദയ കോവിൽ സ്നേഹദീപമായിട്ട് എപ്പോഴും പ്രണയത്തോടുകൂടി, മാധുര്യ പ്രേമത്തോടുകൂടി ഭഗവാൻ ഇരിക്കണമെങ്കിൽ നാം ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ കഥകൾ ശ്രവണം. ആ കഥകൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട കഥകൾ ശ്രവിക്കുന്നതിനേക്കാൾ ഉപരിയാണ് ഭക്തന്മാർക്ക് ഭഗവാനോട് പ്രേമമുണ്ടായ കഥകൾ, അല്ലെ ഭഗവാനിൽ നിന്ന് അനുഭവമുണ്ടായ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കും അത് സാധ്യമാകും, നമുക്കും അത് നേടണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് അനുഭവങ്ങൾ, ഏത് ഭക്തന്മാരും അനുഭവങ്ങൾ പറയുമ്പോൾ അതിലേക്ക് നമ്മളുടെ മനസ്സ് പോകുന്നതും നമ്മൾ അതുമായി താതാത്മ്യപ്പെടുന്നതും. എന്നാൽ ഭഗവാന്റെ കഥകൾ കേട്ടാൽ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഭഗവാൻ എത്രയോ വലിയ വലിയ കർമ്മങ്ങളാണ് കുഞ്ഞ് ബാലനായിട്ടിരിക്കുമ്പോൾ, കേവലം 28 ദിവസങ്ങൾക്കുള്ളിൽ ആണ് ഭഗവാൻ പൂതനെ ഇല്ലാതെ ആക്കിയത്. ചെറിയ കുട്ടി 10-14 ദിവസമൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് പൂതനയെ ഇല്ലാതെ ആക്കിയത്, ആ പൂതനയെ നിഗ്രഹിച്ചത്. അപ്പോൾ അത് വല്ലതും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഭഗവാൻ എത്രയോ വലിയ, കംസനെ നിഗ്രഹിച്ചു, അതുപോലെയുള്ള വലിയ വലിയ കർമ്മങ്ങളല്ലേ ഭഗവാൻ ചെയ്തത്. ഓരോന്നും ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ നായകത്വം വഹിച്ചുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി സ്ഥിതി ചെയ്തു. നമുക്കത് പറ്റുമോ? നമ്മളൊരു രാജ്യത്തിൻ്റെ ധർമ്മനീതിക്ക് വേണ്ടി നമ്മളൊരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? രാജ്യത്ത് ഭരണം നടത്തുന്നവർക്ക് നീതിബോധമുണ്ടെങ്കിൽ ഒരു പക്ഷേ ചെയ്യാം. പക്ഷേ അവരും പലവരുടെയും പിടിയിലാവും. നീതിബോധത്തോടുകൂടി ഒരു ഭരണാധികാരി ഭരിക്കാൻ തുടങ്ങിയാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് പലരുടെയും അഭിപ്രായമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ അതിനും ആർക്കും സാധ്യതയില്ല. അപ്പോൾ ഭഗവാന്റെ കഥകളേക്കാൾ കൂടുതൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനോടുണ്ടായ പ്രേമത്തെക്കുറിച്ചും ഭഗവാനിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ചും നമ്മൾ കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിൽ അറിയാതെ ഭക്തിയുണ്ടാകും.
ഞാൻ കഴിഞ്ഞ ഏതോ ഒക്കെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു ജ്ഞാന മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരോ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ഇതെല്ലാം ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരെ, വേറെ പണിയൊന്നും ഇല്ലേന്ന്. ഒരു പണിയും ഇല്ലാത്തവരാണ് ഇതൊക്കെ ഇങ്ങനെ ഉദാഹരണ സഹിതം പരത്തി പറയുന്നത് കേൾക്കാനിരിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞിട്ട് പോയാൽ പോരെ, എന്തൊരു കഷ്ടം ഇതൊക്കെ ഇങ്ങനെ ഇത്രയും നീട്ടി പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരു ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒരു ക്യാപ്സൂളിൻ്റെ രൂപത്തിൽ ചുരുക്കി ഒരു ചില വാക്കുകളിലൂടെ അങ്ങോട്ട് കൊടുത്താൽ കിട്ടുന്ന ഒരു സംഭവമാണോ? എനിക്കങ്ങനെയല്ല. അപ്പോൾ എന്നെ ശ്രവിക്കുന്നവർക്കും അങ്ങനെ ആകണമെന്നില്ല. കാരണം ആത്മജ്ഞാനം എന്ന് വെച്ചാൽ നാം നമ്മെ അറിയുക എന്നുള്ളൊരു വലിയ തത്വമാണ്. ഇപ്പം ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ, ഇപ്പം ഗോപീജനങ്ങളാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ. അർജുനൻ ഭഗവാന്റെ പ്രിയങ്കരനായിരുന്നു. എല്ലാവരോടും ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളവരോട് ഭഗവാൻ എന്താണ് പറയുന്നത്? നിന്നിലിരിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഭഗവാൻ ദേ പൂർണ്ണനായിട്ട് ഇന്നാ എന്നെ പിടിച്ചോ എന്നല്ല പറയുന്നത്. നിങ്ങൾ സ്വയം നിന്നിൽ തന്നെ ഇരിക്കുന്ന എന്നെ തിരിച്ചറിയൂ. ആ തിരിച്ചറിയാനാണ് ഭഗവത്ഗീതയിൽ അത്രയും ഉപദേശങ്ങൾ അർജുനന് കൊടുത്തത്. നേരിട്ട് ഇന്നാ പിടിച്ചോ എല്ലാ അനുഗ്രഹവും എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനെ അങ്ങനെ അനുഗ്രഹിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയല്ല നമ്മൾ ആത്മജ്ഞാനം നേടുന്നത്. എത്രയെത്ര കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനന്. എന്നിട്ടും അതുമായിട്ട് ഒരു താതാത്മ്യം വരാത്തത്, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അവസാനം ഭഗവാൻ തൻ്റെ വിശ്വരൂപം, ഈ പ്രപഞ്ച രൂപം, ഈ അനന്തമായ അനാദിയായ ആ രൂപം എല്ലാം എന്നിൽ തുടങ്ങുന്നു, എന്നിൽ ഒടുങ്ങുന്നു, എന്നിൽ തന്നെ നിലനിൽക്കുന്നു അർജുന എന്ന് പറഞ്ഞ ആ രൂപം കാണിച്ചു കൊടുത്തിട്ടെങ്കിലും ഒന്ന് ഉൾക്കൊള്ളട്ടെ. നീയും എൻ്റെ ഉള്ളിലിരിക്കുന്നു, അല്ലെ ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് നീ ഒന്ന് മനസ്സിലാക്കൂ. അപ്പോൾ പിന്നെ നീ എന്തിനാണ് കർമ്മം ചെയ്യാൻ മടിക്കുന്നത്? ഞാനല്ലേ നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്, നീ വെറും ഒരു ഉപാധി മാത്രമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭഗവാൻ പോലും തൻ്റെ പ്രിയനായിട്ടുള്ള അതും ആ യുഗത്തിൽ, ദ്വാപര യുഗത്തിൽ ജീവിച്ചിരുന്ന സത്യവും ശുദ്ധിയും തപസ്സും എല്ലാം അനുഷ്ഠിക്കുന്ന അർജുനന് അത്രയും വിശദമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടും അർജുനന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ളത് ഇനിയും നമുക്ക് സംശയമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ആത്മജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? അത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉദാഹരണ സഹിതം വിശദമായിട്ടാണ് ഓരോന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വിഷയം വന്നു നിന്ന് ചാനലിൽ വന്നു നിന്ന് സംസാരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ സംസാരിച്ചു പോകുന്ന വിഷയമാണോ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്ന സത്വത്തെ തിരിച്ചറിയുന്ന ആ ഒരു വിഷയം ആലോചിക്കുക. അത് കേൾക്കാനും ഉൾക്കൊള്ളാനും സാവകാശമുള്ളവർ മാത്രമേ ഇതിലേക്ക് വരികയുള്ളൂ. ജീവിതത്തിൻ്റെ മറ്റ് വെപ്രാളങ്ങൾക്കിടയിൽ അതുപോലെ ഒരു ധൃതി പിടിച്ച ഒരു കാര്യമല്ല നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു വിഷയം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ഈസി ആയിട്ട് കിട്ടിയേനേയും. കുറച്ച് പേരുടെ പെട്ടെന്നുള്ള കുറച്ച് സൂക്തങ്ങളോ അല്ലെങ്കിൽ കുറച്ച് സംസാരങ്ങളോ പ്രഭാഷണങ്ങളോ ഒക്കെ കിട്ടിയാൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആത്മജ്ഞാനികളായി നമ്മളങ്ങ് സായുജ്യം അടഞ്ഞു പോകില്ലേ? അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് സപ്താഹങ്ങൾ കേൾക്കുന്നു, അവിടെ നിന്നെല്ലാം നാം സമ്പൂർണമായ ആനന്ദം ഉൾക്കൊള്ളുന്നു. ആ ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പഴയ അനുഭവം തന്നെയല്ലേ ഉള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും അത് കേട്ടിട്ട് നമ്മൾ പെട്ടെന്നെല്ലാം കേട്ട് നമ്മൾ എന്തുകൊണ്ട് ഒരു പൂർണ്ണത കൈവരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ പൂർണ്ണതയൊന്നും എത്തണ്ട. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടാൽ മതി. കേട്ടിട്ട് അവിടുന്ന് പോവുക, വീണ്ടും നമ്മൾ പഴയപടി എത്തുക. അപ്പോൾ ഭക്തന്മാരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നത് കേൾക്കുന്നതാണ് ഭഗവത് കഥ ശ്രവിക്കുന്നതിനേക്കാളും നമുക്ക് പ്രയോജനം. അങ്ങനെ ആ ശ്രവണങ്ങൾ, പിന്നെ ഭക്തരായിട്ടുള്ളവർ ഭഗവാനോട് നടത്തിയ കീർത്തനങ്ങൾ, ഭഗവാന് വേണ്ടി എഴുതിയ നാമങ്ങൾ, പാട്ടുകൾ, ഇവയൊക്കെ നമുക്ക് ശ്രവിക്കുകയും അതൊക്കെ നാം മനനം ചെയ്യുകയും ചൊല്ലിക്കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നതും പലതും.
അപ്പോഴും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഓരോ രൂപത്തിലും ഇങ്ങനെയുണ്ട്. നാമജപത്തിലൂടെയോ അല്ലെങ്കിൽ കഥാശ്രവണത്തിലൂടെയോ അല്ലെങ്കിൽ ഗാനങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ആലാപനം ചെയ്യുന്നതിലൂടെയോ ഈ കഥകൾ ഏത് ഭക്തരെ കുറിച്ച് പറഞ്ഞോ അത് മനനം ചെയ്യുക. നമ്മൾ വീണ്ടും വീണ്ടും അത് മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാനാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഭക്തിയുടെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരം ഇപ്പം കുറേ നാമം ജപിച്ചു, നാമജപത്തിലൂടെ മന്ത്രോച്ചാരണത്തിലൂടെ നാമജപത്തിലൂടെ നമ്മളിങ്ങനെ ചെയ്ത് അതിൽ ആത്മാർത്ഥത വേണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നുമില്ല പറയാൻ. നമ്മൾ കുറേ പറഞ്ഞു, ഭഗവാനെ കുറേ സ്തുതിച്ചു, ഭഗവാനോട് കുറേ ആവലാതികളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴെന്ത് ചെയ്യും? ഭഗവാൻ തിരിച്ചതിനുള്ള മറുപടി തരാൻ തുടങ്ങും. അല്ലാതെ ഭഗവാൻ ജഡമായ ഒരു വസ്തുവല്ല, പൂർണ്ണ തേജസ്സുള്ള പൂർണ്ണമായ പവർ, ഭഗവാന്റെ എനർജി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജികളെയും എല്ലാറ്റിനും എനർജി കൊടുക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ എനർജി എന്തുമായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ജഡമാണോ? ജഡമാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ ജഡങ്ങളാണ്. ഭഗവാൻ എനർജി തരുന്ന എനർജി കൊണ്ടാണ് നമ്മളൊക്കെ ഈ ജഡമായ ശരീരത്തെ ജീവസുറ്റതാക്കി കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മൾ പറയുന്ന പ്രാർത്ഥന കേൾക്കില്ല, ഭഗവാന് ചെവിയില്ല, ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞു പോവുകയില്ല. നമ്മൾക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത് നാം സ്ഥിരമായിട്ട് ചെയ്തു കഴിയുമ്പോൾ പിന്നീട് നമുക്കൊന്നും പറയാനില്ല എന്നൊരവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോഴാണ് ഭഗവാൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഭഗവാനോട് സംസാരിക്കുന്നതാണ് നമ്മൾ നാമത്തിലൂടെയും മനനത്തിലൂടെയും ജപത്തിലൂടെയും കഥാശ്രവണങ്ങളിലൂടെയും ഒക്കെ ഭഗവാനോട് സംവദിക്കുന്നതാണ് പ്രാർത്ഥന. ഭഗവാൻ തിരിച്ച് അതിനെല്ലാത്തിനും അവസാനം ഒരു മറുപടി നമ്മളോട് തരാൻ തുടങ്ങുന്നതാണ് ധ്യാനം. ഭഗവാൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ. അപ്പോൾ കുറേ നാമം ജപിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും തോന്നും, ഇനിയും നമുക്ക് ഈ ശബ്ദത്തിലൂടെയുള്ള ചലനത്തിലൂടെയുള്ള നാമം നിർത്തിയിട്ട് നമുക്ക് മനനം ചെയ്ത് ധ്യാനത്തോടു കൂടി ഇരിക്കാം എന്ന് തോന്നും. അത് ഭഗവാൻ നമ്മളെ വിളിക്കുന്നതാണ്, നമ്മളോട് സംസാരിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ മൗനിയാവും. ഈ ശബ്ദം വെച്ചുള്ള നാമജപമൊക്കെ അവിടെ അവസാനിക്കും. ധ്യാനം എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. അത് ഭഗവാൻ നമ്മോട് സംവദിക്കുകയാണ്. അപ്പോൾ പിന്നെ നാം ഭഗവാന്റേതായി. നാം ഇത്രയും കാലം സംസാരിച്ചതൊക്കെ എല്ലാം മറുപടി ഭഗവാൻ തരും. അല്ലാതെ ഭഗവാൻ ആരുടെയും പ്രാർത്ഥന കേൾക്കാതെയോ വിഷമങ്ങൾ കാണാതെയോ ഇരിക്കുന്ന ശക്തിയല്ല. അപ്പോൾ ഇങ്ങനെ ഏത് ധർമ്മത്തിലിരുന്നാലും, ഏത് രൂപത്തിലിരുന്നാലും, ഏത് ഭാവത്തിലിരുന്നാലും, എവിടെ ഇരുന്നാലും നമുക്ക് ഭഗവാനെ കിട്ടും. ഏത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അന്തര്യാമിയായ ഭഗവാനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ആലോചനയിലൂടെയാണ് ഭഗവാൻ നമുക്ക് സ്വന്തമാകുന്നതും ആ ദിവസം നമ്മളെ ഭഗവാൻ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. അപ്പോൾ എവിടെ പോയാലും നാം നിരന്തരം ഓർക്കുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏത് പ്രശ്നങ്ങളിൽപ്പെട്ടാലും നമുക്ക് ഉടനെ ചോദിക്കാൻ ഒരാളെ ഉണ്ടാവൂ. ദൂരെ ഇരിക്കുന്ന ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ അല്ല, അകത്തിരിക്കുന്ന ഭഗവാനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭഗവാൻ ദ്രൗപദി വസ്ത്രാഭരണ സമയത്ത്, കൗരവസഭയിൽ വസ്ത്രാഭരണം നടക്കുന്ന സമയത്ത്, ഓ ഗോവർദ്ധനധാരി വൃന്ദാവനവാസി ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ദ്രൗപദി വിലപിക്കുമ്പോൾ അവസാനം അപ്പോഴൊന്നും ഭഗവാൻ വന്നില്ല. എൻ്റെ ഹൃദയേശ്വര, എൻ്റെ ഹൃദയനാഥ, എൻ്റെ കണ്ണാ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം ആ ഹൃദയത്തിലിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ദ്രൗപദിക്ക് ആ അപമാനത്തിൽ നിന്ന് രക്ഷയായിട്ട് വസ്ത്രം ദാനം ചെയ്യുന്നു. അപ്പോൾ എവിടെയുമല്ല ഭഗവാൻ. ഭഗവാൻ അത്യുന്നതങ്ങളിലോ ആകാശത്തിൻ്റെ മറവുകൾക്കപ്പുറത്തോ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് നമ്മളെ വീക്ഷിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമ്മളെ വീക്ഷിക്കുകയും നമുക്ക് വേണമെന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നതാണ്. നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് ഭഗവാനോട് താതാത്മ്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. ഭഗവാനോടുള്ള താതാത്മ്യം, ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന
സനാതനമായ സത്യം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, ഏതൊരു ആത്മാവുണ്ടോ, ആ വ്യക്തിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയും. ഭഗവാനും പ്രിയപ്പെട്ടവരോടെല്ലാം നിന്റെ ഉള്ളിലുള്ള എന്നെ നീ തിരിച്ചറിയൂ എന്നാണ് ഭഗവാൻ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഉപദേശം. അപ്പോൾ അതുതന്നെയാണ് എനിക്കും പ്രിയമുള്ളവരോട് പറയാനുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ആ സത്തെന്ന് പറയുന്ന ആ തേജസ്സിനെ, ആ ആത്മചൈതന്യത്തെ വിളക്കിയെടുക്കുക. അഴുക്ക് പിടിച്ചു പോയ ആ തേജസ് നഷ്ടപ്പെട്ടു പോയ ആ പ്രകാശദീപ്തിയെ വ്യക്തമാക്കി നമ്മൾ ശുദ്ധ സ്ഫടികമായിട്ടുള്ള ഒരു മനസ്സിന്, ആത്മശക്തിക്ക് ഉടമയായി മാറ്റിയെടുക്കണം. നമ്മുടെ പ്രയത്നം കൊണ്ടത് സാധിക്കും. അതിനുവേണ്ടി ശുദ്ധ ഭക്തിയാണ് വേണ്ടത്. ഭക്തിക്ക് പ്രചോദനമായി വരുന്നത് ഭഗവാനുമായിട്ടുള്ള അടുപ്പമാണ്. ആ അടുപ്പം ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ നിരന്തരമായ ശ്രവണങ്ങൾ ഉണ്ടാവണം. അതിൽ വളരെ രുചി തോന്നണം. ആ രുചിയുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവർ സ്വാഭാവികമായിട്ടും അതിലേക്ക് തന്നെ വരും. ഇന്നല്ലെങ്കിൽ നാളെ ആ ഭഗവത് കഥകളിൽ രുചിയുള്ളവർ, ഭഗവാനെ അറിയുവാൻ താല്പര്യമുള്ളവർ, അങ്ങനെ വരുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ശ്രവിക്കാനും അത് മനനം ചെയ്യാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും ഒക്കെ കഴിയൂ. അല്ലാതുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇങ്ങനെയുള്ള സംഭാഷണങ്ങളും ചാനലുകളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തന്നെ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഏതൊരു വ്യക്തി ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നോ ആ വ്യക്തിയിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭഗവത് കാര്യങ്ങൾ, ആത്മജ്ഞാനങ്ങൾ എല്ലാം സംസാരിക്കാൻ കഴിയുന്നത്. അല്ലാതെ എന്തെങ്കിലും നമുക്ക് വിശേഷ കാര്യങ്ങളോ അല്ലെ ഒരേ ദിവസത്തിൻ്റെ പ്രത്യേകതകളോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു പോകാം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച്, ആത്മജ്ഞാനത്തെക്കുറിച്ച്, ഞാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് ഭഗവാൻ തന്നിരിക്കുന്ന ആത്മജ്ഞാനമാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് ജ്ഞാനങ്ങളിൽ വെച്ച് ആത്മജ്ഞാനമാണ് ഏറ്റവും പ്രധാനവും. അത് ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ അറിവിനേക്കാളും പ്രധാനപ്പെട്ടത് ആത്മജ്ഞാനമാണ്. അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ആ ഭഗവാൻ തന്നെയാകുന്ന ജ്ഞാനമാണ് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ട്. പക്ഷെ അത് ഞാനാണെന്ന്, എന്നെക്കുറിച്ചാണല്ലോ എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകർഷണമുണ്ട്. എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ ഞാൻ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ഞാനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഞാനെ തിരിച്ചറിയാൻ താല്പര്യമുള്ളവരാണ് ഇതിലേക്ക് ശ്രദ്ധ വരുന്നത്. ആ ഞാൻ എന്ന ആളിനെ തിരിച്ചറിയാനുള്ള ആ ശ്രമമാണ് ആത്മജ്ഞാനത്തിലേക്ക്, ആത്മാവിലേക്ക് പോകുവാനുള്ള തുടക്കം. അത് പൂർവജന്മ സുകൃതികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് സുകൃതികളായ എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ. വീണ്ടും ഭഗവാനിലേക്ക് കൂടുതൽ ആഗ്രഹത്തോടെ, ആവേശത്തോടു കൂടി എത്തുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.